أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد قال لهم هارون من قبل يا قوم إنما فتنتم به وإن ربكم الرحمن فاتبعوني وأطيعوا أمري قالوا لن نبرح عليه عاكفين حتى يرجع إلينا موسى قال يا هارون ما منعك إذ رأيتهم ضلوا ألا تتبعني أفعصيت أمري സദഖല്ലാഹുൽ അദീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു ത്വാഹയുടെ 90, 91, 92, 93 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ഖാല ലഹും ഹാറൂൻ മിൻ ഖബ്ലു യാ ഖൗമി ഇന്നമാ ഫുതിൻതും ബിഹി വഇന്ന റബ്ബകുമുർ റഹ്മാനു ഫത്തബിഊനി വഅതിഉ അംരി. വലഖദ് ഖാല ലഹും, ഹാറൂൻ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, മിൻ ഖബ്ലു, ഇതിനു മുമ്പ് തന്നെ ഹാറൂൻ അലൈഹിസ്സലാം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, എൻ്റെ ജനതയെ, ഇന്നമാ ഫുതിൻതും ബിഹി, തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെയാണ് ഉണ്ടായത്. വഇന്ന റബ്ബകുമുർ റഹ്മാൻ, തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് പരമകാരുണികനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് പരമകാരുണികനാണ്. ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റും. വഅതിഉ അംരി, ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കും. നിങ്ങൾ എന്നെ പിൻപറ്റുകയും ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക. ഖാലു, അപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞു, ലൻ നബ്രഹ അലൈഹി ആകിഫീന, ഞങ്ങൾ ഇതിന് ഭജനമിരിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ ഇതിനു മുമ്പിൽ ഭജനമിരിക്കുക തന്നെ ചെയ്യും. ഹത്താ യർജിഅ ഇലൈനാ മൂസ ഞങ്ങളിലേക്ക് മടങ്ങി വരുന്നത് വരെ, മൂസ അലൈഹിസ്സലാം ഞങ്ങളിലേക്ക് മടങ്ങി വരുന്നത് വരെ ഞങ്ങൾ ഇതിൻ്റെ മുമ്പിൽ ഭജനമിരിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും തന്നെ ഞങ്ങൾ നീ പറയുന്നത് കേൾക്കില്ല എന്ന് അദ്ദേഹത്തോട് അവർ പറഞ്ഞു. കാല, മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തോട് ചോദിച്ചു, യാ ഹാറൂൻ, ഏ ഹാറൂനെ, മാ മനാഅക ഇദ് റഅയ്തഹും ളല്ലു, അവർ പിഴച്ച് പോയത് കണ്ടപ്പോൾ നീ എന്തുകൊണ്ടാണ് അവരെ തടയാതിരുന്നത്? മാ മനാഅക, നീ എന്തുകൊണ്ട് തടഞ്ഞില്ല? ഇദ് റഅയ്തഹും, നീ അവരെ കണ്ടപ്പോൾ ളല്ലു, അവർ വഴിപിഴക്കുന്നത്, അവർ വഴിപിഴച്ച് പോകുന്നത് കണ്ടപ്പോൾ നീ എന്തുകൊണ്ടാണ് അവരെ തടയാതിരുന്നത്? അല്ലാ തത്തബിയാനി, നീ എന്നെ പിന്തുടരാതിരിക്കാൻ എന്താണ് കാരണം? നീ എന്തുകൊണ്ടാണ് എന്നെ പിന്തുടരാതിരുന്നത്? അഫഅസൈത അംരി, എൻ്റെ കൽപ്പനകൾ നീ ലംഘിക്കുകയാണോ ചെയ്തത്? എൻ്റെ കൽപ്പനകൾ നീ എതിര് പ്രവർത്തിക്കുകയാണോ ചെയ്തത് എന്നുകൂടി ഹാറൂൻ അലൈഹിസ്സലാമിനോട് മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി സീന പർവ്വതത്തിലേക്ക് പോയപ്പോൾ ഈ ആളുകൾ സാമരി കൊണ്ടുവന്ന
സാമിരി അവർക്കുണ്ടാക്കി കൊടുത്ത പശുക്കുട്ടിയെ വിളിച്ച് പ്രാർത്ഥിക്കാനും അത് മുക്രയിടുന്നത് നോക്കി അത് ദൈവമാണ് എന്ന് പറയാനും ശ്രമിക്കുകയാണ് അവർ ചെയ്തത്. മൂസ അലൈഹി ഇസ്ലാമിന് പ്രതിനിധിയായി ഹാറൂൻ അലൈഹി ഇസ്ലാം അവിടെ ഉണ്ടായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അള്ളാഹു വ്യക്തമാക്കണം. വലഖദ് ഖാല ലഹും ഹാറൂനു മിൻ ഖബ്ലു, ഹാറൂൻ മുമ്പേ തന്നെ അവരോട് പറഞ്ഞിരുന്നു. മൂസ അലൈഹി ഇസ്ലാമിന് പ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹം നിറവേറ്റിയിട്ടുണ്ട്. അദ്ദേഹവും പ്രവാചകനായിരുന്നു. ആ നിലക്ക് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, യാ ഖൗമി ഇന്നമാ ഫുതിൻതും ബിഹി, ഏ സമൂഹമേ, ജനസമൂഹമേ, നിങ്ങൾ പരീക്ഷിക്കപ്പെടുകയാണ്. ഇത് ദൈവമല്ല, ഇത് മുക്രയിടുന്ന ഒരു ഉപകരണം മാത്രമാണ്. സാമിരി ഉണ്ടാക്കി തന്ന ഈ സാധനം ഒരിക്കലും ദൈവത്തിന് പകരം നിൽക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പരീക്ഷിക്കപ്പെടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വൈന റബ്ബക്കുമുർ റഹ്മാൻ, നിങ്ങളുടെ രക്ഷിതാവ് പരമകാരുണികനായ അള്ളാഹു മാത്രമാണ്. ഇതിനൊന്നും പിന്നാലെ പോകരുത്. ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റ്. വാതിഉ അംരി, ഞാൻ പറയുന്നത് അനുസരിക്ക്. എൻ്റെ കാര്യങ്ങൾ, ഞാൻ പറയുന്ന സംഗതികൾ, എൻ്റെ കൽപ്പനകൾ, അത് നിങ്ങൾ, എൻ്റെ അമ്ര് നിങ്ങൾ പിൻപറ്റണം, എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പിൻപറ്റണം എന്ന് അദ്ദേഹം പറഞ്ഞു നോക്കിയതാണ്. മാത്രമല്ല, അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞത് ഖാലു ലൻ നബ്രഹ അലൈഹി ആക്കിഫീന, ഞങ്ങൾ ഇതിൻ്റെ മുമ്പിൽ ഭജനം ഇരുന്നു കൊണ്ടേയിരിക്കും. ഹത്താ യർജിഅ ഇലൈന മൂസ, മൂസ അലൈഹി ഇസ്ലാം ഞങ്ങളിലേക്ക് മടങ്ങി വരുന്നത് വരെ ഞങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങൾ ചെയ്യില്ല. അപ്പോൾ ഇത് ആദ്യം നടന്ന കാര്യങ്ങളാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം ക്ഷുഭിതനായി അവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ദുഃഖത്തോടെയും അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ കോപത്തോടെയും അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം കാണുന്നത് ഈ ആളുകൾ പശുക്കുട്ടിയുടെ മുമ്പിൽ ഭജനം ഇരിക്കുന്നതാണ്. പക്ഷേ മൂസാ അലൈഹി ഇസ്ലാം വിചാരിക്കുന്നത് എന്താ, ഇദ്ദേഹം തടഞ്ഞില്ല എന്നാണ്. പക്ഷെ അള്ളാഹു പറയണല്ല, മൂസാ അലൈഹി ഇസ്ലാമിന് പകരം ദാവൂദ് അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ കർത്തവ്യം നിർവഹിച്ചിട്ടുണ്ട്. അവരദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട്, ചെയ്തത് തെറ്റാണ് എന്ന് അവർക്ക് ബോധ്യം വരുത്തി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ ആ ഹാറൂൻ അലൈഹി ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം അവരോട് പറഞ്ഞത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുകയാണ് എന്നാണ് ആദ്യം പറഞ്ഞത്. ഇതൊരു പരീക്ഷണമാണ്, ഇതിൽ നിങ്ങൾ പെട്ടുപോകരുത്, ഇത് ചതിയാണ്. പിന്നീട് പറഞ്ഞത് വൈന റബ്ബക്കുമുർ റഹ്മാൻ, നിങ്ങളുടെ രക്ഷിതാവ് പരമകാരുണികനാണ്, പരമകാരുണികനായ തമ്പുരാൻ നിങ്ങൾ വഴിപ്പെടണം ആദ്യം പറഞ്ഞു. പിന്നീട് അടുത്തതായി പറഞ്ഞത് ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം, ഞാൻ തരുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കണം. വാതിഉ അംരി, എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പിൻപറ്റണം, അതിന് പിന്നാലെ അതനുസരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ മൂന്ന് കാര്യങ്ങളും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കണമെന്ന് ആദ്യം പറഞ്ഞു, നിങ്ങളുടെ റബ്ബ് റഹ്മാനാണെന്ന് പറഞ്ഞു, എന്നെ നിങ്ങൾ പിൻപറ്റണമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ എൻ്റെ കൽപ്പനകൾ എന്താണോ അത് നിങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകണം എന്നും പറഞ്ഞു. പക്ഷേ ആ നാട്ടുകാർ അവരദ്ദേഹത്തോട് പറഞ്ഞത് ലൻ നബ്രഹ അലൈഹി ആക്കിഫീന ഹത്താ യർജിഅ ഇലൈന മൂസ, മൂസ ഞങ്ങളിലേക്ക് വരുന്നത് വരെ ഞങ്ങൾ ഇതിനു മുമ്പിൽ ഭജനം ഇരുന്നുകൊണ്ടേയിരിക്കും, ഞങ്ങൾ ഒരിക്കലും ഇതിൽ നിന്ന് മാറില്ല, നീ മാറ്റാൻ വിചാരിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾ മാറില്ല. ആ സമൂഹമാണ് യഥാർത്ഥത്തിൽ വഴിപഴിച്ചത്, അല്ലാതെ ഹാറൂൻ അവരെ തടയാതിരുന്നതല്ല. എന്നിട്ടും മൂസ അലൈഹി ഇസ്ലാം ക്ഷുഭിതനായി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. മൂസ അലൈഹി ഇസ്ലാം ചോദിക്കുകയാണ്, കാരണം മൂസ അലൈഹി ഇസ്ലാമിന് ഇത് അറിയില്ല, എന്തൊക്കെ അവിടെ നടന്നതിനെ പറ്റി അറിയില്ല. അദ്ദേഹം പറയാണ്, യാ ഹാറൂനു, ഏ ഹാറൂനെ, മാ മനാഴക്ക ഇതറായിത്തഹം തല്ലു, ഇവർ പഴിച്ചു പോയത് കണ്ട് നീ എന്തുകൊണ്ടാണ് തടയാതിരുന്നത്? അദ്ദേഹം വിചാരിച്ചത് ഹാറൂൻ തടഞ്ഞിട്ടില്ല എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വ്യക്തമാക്കി കൊടുക്കുന്നത് വരെ അദ്ദേഹം വിചാരിച്ചത് ഹാറൂൻ തടഞ്ഞിട്ടില്ല, ഹാറൂൻ ഉത്തരവാദിത്തം നിറവേറ്റില്ല എന്നാണ്. അതേപോലെ തന്നെ അല്ലാ തത്തബിഅനി, നീ എന്തുകൊണ്ട് എന്നെ പിൻപറ്റിയില്ല? ഞാൻ പറയുന്നതനുസരിച്ചുകൊണ്ട് നീ എന്തുകൊണ്ട് പിൻപറ്റാതിരുന്നു? എന്നെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ഇവരെ തടയലാണ്, അത് നീ എന്തുകൊണ്ട് നിർവഹിച്ചില്ല എന്ന് അദ്ദേഹം ക്ഷുഭിതനായി ചോദിക്കുകയാണ്. എന്നിട്ട് പറയണം, എൻ്റെ കൽപ്പനകൾ
നീ എതിര് പ്രവർത്തിച്ചോ. അഫഅസൈത അംരി, എൻ്റെ കൽപ്പന ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വ്യാജ ദൈവങ്ങളെ ധിക്കരിക്കലാണ്. പശുക്കുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തലാണ്. അത് നീ ചെയ്യാതിരുന്നോ? നീ എൻ്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കുകയാണ് ചെയ്തത് എന്ന് അദ്ദേഹം നമുക്ക് അതാണ് നേരത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുത്തിയത്. അല്ല, ഹാറൂൻ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായും നിറവേറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.